നിങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യം ഇല്ലെന്ന് കണ്ട ടീച്ചറിന്റെ ഈ ആവേശമൊക്കെ താനെ അടങ്ങിക്കോളും. മുത്തശ്ശി അക്കാര്യം ഓർത്തിന് ടെൻഷൻ അടിക്കണ്ട. ഡേസി ആന്റിനെ എത്ര ക്ഷണിച്ചാലും അപ്പ ഇവിടെ താമസിക്കാനായിട്ട് വരില്ല. നേരാണോ മോളെ? അതിൽ നിനക്കെന്താ ഇത്ര ഉറപ്പ്? അവൾ ആ രീതിയിൽ ഇന്ന് നിന്നോടെന്തെങ്കിലും സംസാരിച്ചോ? അപ്പോ അല്ല മുത്തശ്ശി, ഞാനാ ഇക്കാര്യം അവളോട് ആവശ്യപ്പെട്ടത്. ആവശ്യമില്ലാതെ എന്റെ ജീവിതത്തിൽ ഒരു ബാധ്യതയാവരുതെന്ന് ഞാൻ അവളോട് തുറന്നു പറഞ്ഞു. എന്റെ കൃഷ്ണ ഭഗവാനെ, ഞാൻ എന്താ ഈ കേട്ടത്? എന്റെ മോളെ, ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. നന്നായി നന്നായി മോളെ. ഇങ്ങനെ വേണം പെങ്കൊച്ചുങ്ങള്. അല്ല, എന്നിട്ട് അവളെന്തു പറഞ്ഞു? നിന്നോട് വഴക്കിനൊന്നും വന്നില്ലല്ലോ? വഴക്കൊന്നും ഉണ്ടായില്ല. അപ്പൊ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അപ്പോ ഇനി ഇവിടെ വരില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് മുത്തശ്ശി. മതി, നമുക്കത് മാത്രം മതി. എന്നാലും നിന്നെ കൊണ്ട് ഇത് ഇത്ര പെട്ടെന്ന് സാധിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ലായിരുന്നു മോളെ. അല്ലേലും നമ്മൾ പെണ്ണുങ്ങളുടെ കാര്യം ഇങ്ങനെയാ. കഴുത്തിലൊരു താലി വീണ് കഴിഞ്ഞാൽ പിന്നെ പക്വതയും പാകതയൊക്കെ താനേ ഇങ്ങ് പോന്നോളൂ. അയ്യോ മോളെ, നിന്റെ കഴുത്തിൽ കിടന്ന താലി എന്തിയെ? അത് എവിടെയോ പോയിന്ന് തോന്നുന്നു മുത്തശ്ശി. എന്റെ ഭഗവാനെ, എന്ത് അനർത്ഥായത്! പെൺകുട്ടികളുടെ കെട്ടുതാലി കളഞ്ഞു പോകുന്നതിനേക്കാളും വലിയ കാലക്കേട് ഇനി വരാനുണ്ടോ? ആ ശനി പിടിച്ച കൊച്ചു വന്ന് കാല് കുത്തിയതേ ഉള്ളൂ. അതിന്റെ കാലക്കേട് അപ്പൊ തന്നെ കിട്ടിയല്ലോ. ശടാ, ഇനി അത് എവിടാണെന്നും പറഞ്ഞാ തപ്പിയെടുക്കുന്നേ. വിഷമിക്കേണ്ട മുത്തശ്ശി, താലിയെങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. നിന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്ത് ഓട്ടോയിൽ തിരിച്ചു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് വണ്ടിയുടെ പ്ലാറ്റ്ഫോമിൽ എന്തോ കിടന്ന് തിളങ്ങുന്ന കണ്ടത്. എടുത്തു നോക്കിയപ്പോ ഇതാ ഐറ്റം. അപ്പോഴേ തോന്നി നിന്റേതാവൂന്ന്. എന്നാ പിന്നെ കയ്യോടെ തന്നെ അത് ഏൽപ്പിക്കാന്ന് കരുതി അപ്പോഴേ തിരിച്ചു പോന്നു. വലിയ ഉപകാരം കൊച്ചേ, നിന്റെ കയ്യിൽ തന്നെ കിട്ടിയല്ലോ, ഭാഗ്യായി. ഇനി ഇത് അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ച് പുണ്യാകം തളിച്ച് വേണം കെട്ടാൻ. എന്നാ പിന്നെ നമ്മുടെ ഡോക്ടറെയും കൂടെ കൊണ്ടുപോയിക്കും മുത്തശ്ശി. അന്ന് മുത്തശ്ശി തലയിറങ്ങി വീണ ബഹളത്തിനിടയില് ഡോക്ടർ കിട്ടിയ കെട്ടങ്ങോട്ട് ശരിയായില്ല. അതാ കുഴപ്പമായത്. ഇനി അടിച്ചോ പിടിച്ചോ അമ്പാലിട്ടിട്ട് ഒന്നേതങ്ങ് കെട്ടാൻ പറ ഡോക്ടറോട്. അപ്പൊ കെട്ട് നല്ല സ്ട്രോങ് ആവും. അത് ഞങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തോളാം. മുത്തശ്ശി, ഞാൻ മാളുവിനോടൊരു കാര്യം പറഞ്ഞോട്ടെ. മുത്തശ്ശി താഴോട്ട് ചെല്ല്, അല്ലെങ്കിൽ ഡേസി ആന്റിക്ക് വല്ലതും തോന്നും. ഇത് നാളെ തന്നെ പൂജിച്ച് കെട്ടിക്കോണം. നിന്നോടൊരു മറുപടി പറയാതെ പോകുന്നത് ശരിയല്ലെന്ന് തോന്നി, അതാ തിരിച്ചു വന്നു. ശരിയാണ്, അബദ്ധത്തിൽ കെട്ടിയൊരു താലിയുടെ പേരിൽ ഞാൻ നിന്നെ ഒരുപാട് ടീസ് ചെയ്തിട്ടുണ്ട്. നിന്നെ അത് അസ്വസ്ഥമാക്കുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ. എന്റെ മനസ്സിലെ സ്വാർത്ഥതയും അസൂയയും മോഹഭംഗവും നിരാശയൊക്കെ തന്നെയായിരുന്നു മാളു. അതിനൊക്കെ കാരണവും ആഗ്രഹിച്ചതൊക്കെ കൺമുന്നിൽ മറ്റൊരാൾ സ്വന്തമാക്കിയപ്പോ എന്റെ മനസ്സിൽ നിന്നും ഇനിയും പുറത്തു പോകാത്തൊരു പെണ്ണോ അല്ലെങ്കിൽ പകപോക്കാൻ അവസരം കാത്തു നടന്ന ഒരു പുരുഷന് തോന്നിയ കുറുക്കുവഴി. അതിനുവേണ്ടി അബദ്ധത്തിൽ വീണ് കിട്ടിയ ഒരു അവസരം നിന്റെ മുമ്പിൽ വെറുതെ ഒരു അവകാശമാക്കി മാറ്റിയെടുക്കായിരുന്നു ഞാൻ. അതിന്റെ പേരിൽ നിന്നെ ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കുക മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. ഒരു തരം ക്രൂരമായ തമാശ. പിന്നെ നിനക്കും ഡോക്ടർക്കും ഒരുപാട് ബാക്കി കിടക്കുന്ന ജീവിതം. എനിക്കിനി അധികം ഇല്ലല്ലോ എന്നുള്ള നിരാശ. അങ്ങനെ എല്ലാം കൂടി കൂട്ടിക്കൊഴഞ്ഞ ഒരു വൃത്തികെട്ട മനസ്സിന്റെ റിഫ്ലക്ഷൻ ആയിരുന്നു അത്. നീ ക്ഷമിച്ചേക്ക. അല്ലാതെ നീ പറഞ്ഞതുപോലെ ഒരാണിന്റെ അധികാരത്തോടെ നിന്നെ മോഹിച്ച് എന്നെ ഒരു കൂടപ്പിറപ്പിനെ പോലും സ്നേഹിക്കുന്ന ഡോക്ടറെ ചതിക്കാൻ എനിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത ജന്മമല്ല മാളു അപ്പു. ഇത് നിന്നോട് തുറന്നു പറയണമെന്ന് തോന്നി, അതാ വന്നത്. പോട്ടെ, ഒരിക്കൽ കൂടി സോറി.
അപ്പൊ പറഞ്ഞു വന്നത്, ടീച്ചറെ പേടിച്ചിട്ടാണ് ജോബിന് ഈ കാര്യത്തിൽ എതിരൊന്നും പറയാത്തതെന്നാ മാളുവും പറയുന്നത്. അല്ലാതെ ഡോക്ടർക്ക് അതിൽ വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. കുട്ടികൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ ടീച്ചറായിട്ട് എന്തിനാ ഇങ്ങനെ കടുംപിടുത്തം പിടിക്കാൻ നിൽക്കുന്നേ? ദേ, എന്റെ നോട്ടത്തിൽ അപ്പു നീ പറയുന്നത് പോലെ വലിയ കുഴപ്പമൊന്നുമില്ലെന്നേ. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവളുടെ കാര്യങ്ങൾ നോക്കാൻ ശമ്പളത്തിന് ഒരാളെ ഏർപ്പാടാക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. പിന്നെന്തിനാ ടീച്ചർ ഈ വയ്യാവേലിയൊക്കെ എടുത്ത് തലേ വെക്കാൻ പോകുന്നത്? അപ്പു പോവാണോ? ആ പോട്ടെ ആൻറ്റി. ചായ കുടിച്ചിട്ട് പോകാം അപ്പു. വേണ്ട, ഞാൻ പോവാ. പോട്ടെ മുത്തശ്ശി. ഒരു കാലത്തും മനുഷ്യന് മനസ്സമാധാനം തരില്ലെന്ന് വെച്ചാൽ പിന്നെന്താ ചെയ്യുക? ആരാ? ഞാൻ കോടതിയിലാ. മിസ്റ്റർ വിജയ് പണിക്കരുടെ വീട് ഇത് തന്നെയാ. ആ, എന്താ കാര്യം? ഒരു നോട്ടീസ് ഉണ്ടായിരുന്നു. ബൈ ഹാൻഡ് തന്നെ കൈമാറണമെന്ന് പ്രത്യേക ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതാ നേരിട്ട് വന്നത്. ദാ, ഈ മാസം 24-ന് മിസ്റ്റർ പണിക്കരും മകളും സെഷൻസ് കോർട്ടിൽ ഹാജരാകണം. മാഡം പണിക്കരുടെ മിസ്സസ് ആണ്. ദാ, ഇവിടെ ഒന്ന് സൈൻ ചെയ്യണം. ദാ ഇവിടെ മാഡം, നോട്ടീസ് കൈപ്പറ്റിയ ഡേറ്റും ടൈമും കൂടി എഴുതിക്കോളൂ. ദാ ഇവിടെ താഴെ. ശരി മാഡം. അപ്പോൾ 24-ന് രാവിലെ 10 മണിക്ക് തന്നെ കോടതിയിലുണ്ടാവണം. ഓക്കെ? എന്താ അമ്മ? ആരാ വന്നേ? കോടതിയിലെ സ്റ്റാഫാണ്. നീയും വി പിയും ഈ വരുന്ന 24-ന് കോടതിയിൽ ഹാജരാകണമെന്ന് നോട്ടീസ് വന്നിട്ടുണ്ട്. അന്നത്തെ ദിവസം ഹാജരാവാൻ എന്തെങ്കിലും വ്യക്തിപരമായ അസൗകര്യം ഉണ്ടെങ്കിൽ നോട്ടീസ് കൈപ്പറ്റി 2 ദിവസത്തിനുള്ളിൽ കോടതിയെ അറിയിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹാജരാകണ്ടെന്നാണോ നീ പറയുന്നത്? എന്നല്ല, അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി കണ്ടതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്താ വേണ്ടതെന്ന് നമുക്ക് നന്ദൻ സാറുമായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കാം. അത് പോരെ അമ്മ? അമ്മ എന്താ ആലോചിക്കുന്നത്? ഹാജരാകാനാണ് നന്ദനം പറയുന്നതെങ്കിൽ ഈ അവസ്ഥയിൽ ബി പി എങ്ങനെ നമ്മൾ കോർട്ടിൽ പ്രസന്റ് ചെയ്യുമെന്ന് ആലോചിച്ചതാ. എനിക്ക് തോന്നുന്നത് നന്ദൻ സാറും ബി പിയെ ഹാജരാക്കുന്നതിനോട് താല്പര്യപ്പെടില്ല എന്ന്. മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തതിൽ പിന്നെ അച്ഛൻ എങ്ങനെയുണ്ടമ്മ? എന്തെങ്കിലും കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടെന്ന് തോന്നിയോ? സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. അങ്ങനെ കാര്യമായി മാറ്റമൊന്നും പറയാനില്ല. കൂടുതൽ സമയം സെഡേഷനില്ല. പിന്നെ ആ പിച്ചും പേയും പറച്ചിലിനൊക്കെ ഒരു കുറവ് വന്നെന്ന് തോന്നുന്നു. സംസാരത്തിന് ഒരു അടുക്കും ചിട്ടയും വന്നതുപോലെ ഉണ്ട്. എന്നാലും നമ്മൾ ചോദിക്കുന്നതിനൊന്നും അല്ല പലപ്പോഴും വി പി മറുപടി പറയുന്നത്. കോടതിയിൽ നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് വല്ലതും പറഞ്ഞാൽ അത് ദോഷമായിട്ട് വരുന്ന എൻ്റെ പേടി. അമ്മ ടെൻഷനാവാതെ. ബി പിക്ക് ദോഷമാവാത്ത രീതിയിൽ നന്ദൻ സാർ ഈ കേസ് ഹാൻഡിൽ ചെയ്തോളൂ. ഞാൻ നന്ദൻ സാറിനെ നേരിട്ട് കണ്ട് സംസാരിക്കാം. സാർ എപ്പോൾ ഫ്രീ ആവുന്ന ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആ സാർ, തിരക്കിലാണോ? ഓ അത് ശരി. എന്ന് മടങ്ങിയെത്തും സാർ? അല്ല, കോടതിയിൽ നിന്നൊരു നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഈ 24-ന് ഞാനും ബി പിയും കോടതിയിൽ ഹാജരാവണമെന്നാണ് പറയുന്നത്. അതെ, ബൈ ഹാൻഡ് ആയിട്ടോ? ശരി സാർ, ഞാനിപ്പോൾ തന്നെ വാട്സാപ്പ് ചെയ്യാം. ശരി, നാളെ വൈകിട്ട് തന്നെ കാണാൻ പറ്റിയെങ്കിൽ ഉപകാരമായിരുന്നു. ശരി സാർ.
എന്താ നന്ദൻ സാറ് പറയുന്നത്? സാറ് ഔട്ട് ഓഫ് സ്റ്റേഷനാ. നാളെ ഉച്ച കഴിഞ്ഞേ എത്തും. വന്നിട്ട് നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഇടപെട്ടതുകൊണ്ട് അത്രേ കോടതി ഈ കേസ് വേഗം പരിഗണിക്കുന്നത്. നോട്ടീസ് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. വായിച്ചിട്ട് സാറ് തിരിച്ചു വിളിക്കുമായിരിക്കും. ആ CA റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് എഴുതി പിടിപ്പിച്ചതെന്ന് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കോടതിയിൽ നമ്മൾ രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ആ റിപ്പോർട്ടിന്റെ പകർപ്പ് കിട്ടില്ലേ? അത് ഫസ്റ്റ് ഡേ ട്രയൽ കഴിഞ്ഞ് കിട്ടുമെന്ന് തോന്നുന്നു. ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നന്ദൻ സാർ ചോദിക്കണം. ഏതായാലും നമ്മുടെ മുമ്പിൽ 2 ദിവസത്തെ സമയമുണ്ടല്ലോ. നാളെ ഉച്ച കഴിഞ്ഞ് നന്ദൻ സാർ എത്തിയിട്ട് നമുക്ക് ഉചിതമായ തീരുമാനം എടുക്കാം. അതുവരെ അമ്മ ഇനി ആ സ്ട്രെസ് മനസ്സിൽ കൊണ്ട് നടക്കണ്ട. ഞാൻ വല്ലാതെ ഉറങ്ങിപ്പോയോ? അതിനെന്താ കുഴപ്പം? ഉറങ്ങുന്നത് നല്ലതല്ലേ? എന്താ കുഴപ്പമെന്നോ? കുട്ടികൾ ട്യൂഷൻ കഴിഞ്ഞ് വരാൻ നേരമായി. അവരെ വിളിക്കാൻ മുരളിക്കൊന്ന് സൗകര്യപ്പെടില്ല എന്ന് നേരത്തെ പറഞ്ഞ് ഏൽപ്പിച്ചതായിരുന്നു എന്നെ. ഛേ, ഞാൻ ആ കാര്യം അങ്ങ് വിട്ടുപോയി. തനിക്ക് ഇപ്പോഴെങ്കിലും എന്നെ വിളിക്കാൻ തോന്നിയത് നന്നായി. ഞാനൊന്ന് പോയിട്ട് വരാം. അപ്പും ആളും ട്യൂഷൻ കഴിഞ്ഞ് കാത്തിരിക്കുന്നുണ്ടാവും. BP എന്തൊക്കെയായി പറയുന്നേ? അപ്പവും ആളും അതെ, അപ്പൂന്റെയും മാളുവിന്റെയും കാര്യം തന്നെയാ പറയുന്നത്. താൻ വിഷമിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ പോയി അവരെ കൂട്ടിക്കൊണ്ടുവരാം. വിളിക്കാൻ ലേറ്റായി ചെന്നതിന് രണ്ടുപേരും എന്നോട് പിണങ്ങിയിരിക്കുകയായിരിക്കും. സാരമില്ല, രണ്ടുപേരുടെയും പിണക്കം മാറ്റാൻ ഞാൻ അവർക്ക് ഐസ്ക്രീമും സ്വീറ്റ്സും ഒക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ കാറിലൊരു കറക്കും. അതോടെ രണ്ടുപേരും ഹാപ്പി ആയിക്കൊള്ളും. ഞാൻ വേഗം പോയിട്ട് വരാം. BP ഇപ്പൊ എങ്ങോട്ടും പോകുന്നില്ല. എങ്ങും പോകുന്നില്ലെന്നോ? ഞാൻ പോകണ്ടെന്നാണോ? അതെന്താ താൻ അങ്ങനെ പറഞ്ഞത്? അപ്പൊ കുട്ടികൾ അവിടെ കാത്തുനിന്നും വിഷമിക്കില്ലേ? ഒന്നുമില്ല, BP ചെല്ലുന്നതും കാത്ത് അവിടെ ആരും വെയിറ്റ് ചെയ്യുന്നില്ല. BP ഇപ്പം വിചാരിക്കും പോലെ അപ്പവും ആളും ഇപ്പൊ സ്കൂൾ കുട്ടികളല്ല. അപ്പവും ആളും പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ വലിയ കുട്ടികളായി. പഠിത്തം കഴിഞ്ഞ് വലിയ കുട്ടികളായിരുന്നോ? എപ്പോ? ഇയാൾ എന്തൊക്കെയായി പറയുന്നത്? സത്യമാണ് VPക്ക് നല്ല സുഖമില്ലാത്തതുകൊണ്ടാ അവരിപ്പോഴും ചെറിയ കുട്ടികളായിട്ട് തോന്നുന്നത്. അവരിപ്പോ വലിയ കുട്ടികളായി. മാളുവിന്റെ കല്യാണവും കഴിഞ്ഞു. മാളുവിന്റെ കല്യാണം കഴിഞ്ഞെന്നോ? അതെ, അതൊക്കെ VPക്കും അറിയാം. BP ശരിക്കും ഒന്ന് ഓർത്തു നോക്കിയേ. നമ്മളെ ഡേസി ടീച്ചറിന്റെ മകൻ ജോബിനാ മാളുവിനെ വിവാഹം കഴിച്ചിരിക്കുന്നത്. ഓർക്കുന്നില്ലേ? ഡേസി അറിയില്ലേ? VPയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു ഡേസി. ജോബിൻ, മാളുവിന്റെ കല്യാണം കഴിഞ്ഞു അല്ലേ? അയ്യോ, എന്താ VP? ഒന്നുമില്ല. ഞാൻ കൊന്നു. ഞാൻ അവളെ കൊന്നു.
എന്റെ ഈ കൈ കൊണ്ട് കൊന്നു കളഞ്ഞു. ഇല്ല, ഒന്നുമില്ല. എന്നെ തെരഞ്ഞിപ്പോ പോലീസ് വരും. പോലീസ് വരും. ഇത് ഒന്നുമില്ല. അപ്പൂന് ഒന്നും പറ്റിയിട്ടില്ല. ഞാനല്ലേ പറയുന്നേ. ദേ, ഞാനിപ്പോ അപ്പൂനെ വിളിച്ച് കാണിച്ചു തരാം. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് ആരും കാണണ്ട. എന്നെ ആർക്കും കാണിച്ചു കൊടുക്കല്ലേ. BP, എന്നെ അവർ കൊണ്ടുപോകും. പ്ലീസ് കാണിച്ചു കൊടുക്കല്ലേ. BP തിരക്കി ഇവിടെ ആരും വരില്ല. ആരും BP കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. BP കിടന്നോ? അവര് വരും. ഇല്ല, കിടന്നു. പോലീസ് ഉറങ്ങി എഴുന്നേക്കുമ്പോഴേ ഇല്ല പോലീസ് ഉറങ്ങി എഴുന്നേക്കുമ്പോ എല്ലാം ശരിയാവും. ഞാൻ അടുത്ത് തന്നെ ഉണ്ട്. ഹലോ. ഹലോ, ഇത് അപ്പു അല്ലേ? വിജയ് പണിക്കരുടെ മകൻ അപ്പു. അതെ, നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? ഞാൻ അപ്പുവിൻ്റെ ഒരു വെൽവിഷറാണ്. എന്നെ അപ്പുവിനെ അറിയില്ലെങ്കിലും എനിക്ക് അപ്പുവിനെ അറിയാം. നിങ്ങൾ ആരാണെന്ന് പറയൂ ആദ്യം. സോറി, ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നു. ഞാൻ ദക്ഷ. ഞാനൊരു ട്രാൻസ് വുമണാണ്. ഞാൻ ട്രിവാൻഡ്രം ട്രാൻസ് കമ്മ്യൂണിറ്റി ഫെർട്ടേണിറ്റിയുടെ ചെയർപേഴ്സണാണ്. പറയൂ, ദക്ഷ എന്തിനാ ഇപ്പൊ വിളിച്ചത്? നിങ്ങളുടെ ഈ പേര് എനിക്ക് ഫെമിലിയർ ആണല്ലോ. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. ഒരു കേസുമായുള്ള ബന്ധം. അതൊക്കെ എനിക്ക് മനസ്സിലായി. കാര്യം പറ. അപ്പുവിൻ്റെ ന്യൂസ് സ്റ്റോറി കണ്ടിട്ട് നിങ്ങളുടെ അച്ഛനെതിരെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ ഒരു പരാതി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ആ പെറ്റീഷൻ ഞാനാ ഫയൽ ചെയ്തത്. ഞാൻ നിങ്ങളൊന്ന് കാണാനിരിക്കുമായിരുന്നു. അതിനെന്താ, തീർച്ചയായും നമ്മൾ കാണേണ്ടവരും പരിചയപ്പെടേണ്ടവരുമാണ്. കേസ് 24-നാണല്ലേ കോടതി വെച്ചിരിക്കുന്നത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അതിനു മുമ്പ് അപ്പുവുമായി ഒന്ന് ഡിസ്കസ് ചെയ്യണം. അപ്പു നാളെ ഫ്രീ ആണോ? എന്തിനാ? എങ്കിൽ നാളെ നമുക്കൊന്ന് നേരിൽ കാണാം. സമയവും സ്ഥലവും ഞാൻ നാളെ ഉച്ചയ്ക്ക് മുമ്പ് അപ്പുവിനെ വിളിച്ച് പറയാം. നിങ്ങൾക്ക് എന്താ എന്നോട് സംസാരിക്കാനുള്ളത്? അത് നേരിൽ കാണുമ്പോൾ പറയാമല്ലോ. ഏതായാലും നമ്മൾ നാളെ വൈകിട്ട് കാണുന്നു. ഓക്കെ, ബൈ അപ്പു. ആ, പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ ചേച്ചി. ആ കുട്ടി ഇതുവരെ കണ്ടില്ലല്ലോ. ഇനി വരാതിരിക്കോ? ഒന്ന് വിളിച്ചു നോക്കണോ? കുറച്ച് നേരം കൂടെ നോക്കാം. വല്ല ബ്ലോക്കിലും പോയിട്ട് ലേറ്റ് ആവുന്നതായിരിക്കും. എത്രയായി? 50 രൂപ. ചേച്ചി, ഇതോ ആളെത്തി. ആ അപ്പു, ഹലോ അപ്പു. ഹലോ, ഞാൻ ദക്ഷ. ഇത് അഗ്നി. അപ്പു. ദക്ഷയാണല്ലേ ഇന്നലെ എന്നെ വിളിച്ചത്? അതെ. ആദ്യം തന്നെ നമ്മുടെ TG ഫെർട്ടേണിറ്റിയുടെ അഭിനന്ദനങ്ങളും പിന്തുണയും അപ്പുവിനെ ഞാൻ നേരിട്ട് അറിയിക്കുന്നു. അപ്പുവിന് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മുടെ ഫെർട്ടേണിറ്റിയിൽ നിന്നുണ്ടാവും. അത് അപ്പുവിനെ നേരിട്ട് അറിയിക്കാൻ കൂടിയാണ് നമ്മുടെ ഈ മീറ്റിംഗ്. താങ്ക് യു. മാഡത്തിന്റെ ചില ആർട്ടിക്കിൾസ് ഞാനും വായിച്ചിട്ടുണ്ട്. അന്നേ പരിചയപ്പെടണമെന്ന് വിചാരിച്ചിരുന്നത്. പലപ്പോഴേ വന്ന ലേഖനങ്ങളെല്ലാം ചേർത്ത് ഒരു പുസ്തകം ഉടനെ ഇറങ്ങുന്നുണ്ട്. ബുക്ക് ലിസ്റ്റിന് ഞാൻ വിളിക്കും. അപ്പോൾ ഉറപ്പായും വരണം. മൈ വിഷസ് ഇൻ അഡ്വാൻസ്. ഇനി നമ്മൾ വന്ന കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ സംഘടനയെക്കുറിച്ചൊക്കെ ഞാൻ ഇന്നലെ ബ്രീഫ് ചെയ്തല്ലോ. കഴിഞ്ഞ 15 വർഷങ്ങളായി നമ്മളെപ്പോലുള്ളവർക്ക് വേണ്ടി സൊസൈറ്റിയിൽ നിരന്തരമായി ഇടപെടുകയും വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഫിസിക്കലിയും മെൻ്റലിയും ടോർച്ചറിങ് അനുഭവിക്കുന്നവർക്ക് വേണ്ടി നിരന്തരമായി നിയമ പോരാട്ടം നടത്തുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് നമ്മുടേത്.